ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയാവോ? ഫ്ലവർ മാർക്കറ്റിലാണ്. അതായത് ബാംഗ്ലൂരത്ത് KR മാർക്കറ്റിലുള്ള ഫ്ലവർ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. സമയം ഇപ്പോൾ 5 മണി. അപ്പോൾ രാവിലെ 4 മണിക്ക് ഞാൻ ഉറക്കമണിച്ച് 4:30 റെഡിയായി ഫ്ലവർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അതും കൂടെ വരുന്നതാരെന്നറിയോ? നമ്മുടെ ഇക്കായാണ് വരുന്നത്. ഇക്കായി ഞാനും കൂടെ സ്കൂട്ടറിലാണ് പോകുന്നത്. ആദ്യം നമ്മൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചു, പിന്നെ സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ ഒരു ചില്ലും തണുപ്പും എല്ലാം കൂടെയൊക്കെ കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ വഴി നീളെ മഞ്ഞും മൂടി കിടക്കുന്ന കണക്കത്തെ ഒരു ഫീലാണ് കേട്ടോ. എന്നാലും നല്ലൊരു രാവിലത്തെ മോർണിംഗ് റൈഡ് വളരെ സൂപ്പർബായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. രാവിലെ ആയപ്പോൾ ഒരു ട്രാഫിക്കും അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ട് നമ്മൾ മാർക്കറ്റിലെത്തി കേട്ടോ. മാർക്കറ്റിൽ മഴ പെയ്ത് ആ റോഡൊക്കെ ഒരുമാതിരി കുളമായിട്ടൊക്കെ കിടക്കുക. അതുവഴി നടക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഇതാണ് ഗൈസ്, ഈ പിറകെ കാണുന്നതാണ് നമ്മൾ പോവേണ്ട വഴി. ആ വഴിയിലും ചെളിയിലൊക്കെ കൂടി നടന്നിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പക്ഷേ റോഡ് സൈഡിലൊക്കെ പോയിട്ടുണ്ടല്ലോ, റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുക, പോക്കറ്റ് കണക്കുള്ളത് കേട്ടോ. ആ റോസാപ്പൂക്കളൊക്കെ ആണെങ്കിൽ പല പല കളറിലുള്ളതാണ് കേട്ടോ. വെറൈറ്റീസ് എല്ലാം ബൂക്കറ്റിന് 50 റുപ്പീസ്, 60 റുപ്പീസ്, 70 റുപ്പീസ് അങ്ങനെയാണ് അവർ പോകുന്നത് കേട്ടോ. പല ഏരിയയിൽ പല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോയി റേറ്റ് ചോദിച്ചിട്ട് നമുക്ക് ഏത് അഫോർഡബിൾ എന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു മിക്സഡ് റോസാപ്പൂവിൻ്റെ ഒരു ബോക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലൂ കളർ ഫ്ലവറില്ലേ, അതിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. രണ്ടും നല്ലതാണ് കേട്ടോ. ആ ബ്ലൂ നല്ലത് പർപ്പിൾ കളറാണ് അതിൻ്റെ പറയുന്നത്. ആ പർപ്പിൾ കളർ ഫ്ലവർ കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ അടുത്ത് എന്തെന്നില്ലാത്തൊരു ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ ഞാൻ ആ പർപ്പിൾ കളർ ബൊക്കറ്റ് വാങ്ങുന്നത്. അതിനും 50 രൂപയേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴെല്ലാം പല തരത്തിലുള്ള കാറ്റഗറീസും പല നിറത്തിലും നമുക്ക് തന്നെ നല്ലൊരു ഫീൽ ഗുഡ്. രാവിലെ എണീച്ചിട്ട് ആ ഫ്രഷ്നെസ്സും ഫ്ലവറും എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ പോക്കറ്റ് ഇരിക്കുന്ന ഇത് കണ്ടായിരുന്നു, വെള്ള കളർ പൂക്കൾ. അത് ഒരു പോക്കറ്റിന് 700 രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ. അതുപോലെ ഈ ഇരിക്കുന്ന ബൊക്കെല്ലാം 100 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയപ്പോഴത്തേനും പല വെറൈറ്റീസ് മോഡൽസ്, പിന്നെ അതൊക്കെ ഉണ്ട്. സൂര്യകാന്തിയുടെ വില ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു. എന്നാലും വണ്ടിയിൽ വീണ്ടും കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും ഫ്ലവേഴ്സ് കൊണ്ട് ഈ ബാംഗ്ലൂർ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. ഈ ഇരിക്കുന്ന ഒരു ഫ്ലവറിൻ്റെ അടുത്ത് പോയപ്പോഴേ എന്തെന്നില്ലാത്ത നല്ലൊരു മണമായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അത്രയും ഫ്ലവേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും എനിക്ക് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഇത്രയും നല്ല ഇത് കിട്ടിയുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഹെയർ ഡെക്കറേഷനും അതിന് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ആ വെള്ളപ്പൂക്കൾക്ക് 300 രൂപയാണ് പറയുന്നത് കേട്ടോ ഒരു പോക്കറ്റ്. പിന്നെ കൂടുതലും ഞാൻ അവിടെ കണ്ടത് റെഡ് റോസസ് ആണ് കേട്ടോ. റെഡ് റോസസ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ റെഡ് റോസസിൽ നിന്ന് ഞാനൊരു ബൊക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കളറും കൂടെ ചേർന്നു, മഞ്ഞ വെള്ള എല്ലാം കൂടി കണ്ടോ. ഇത് പർപ്പിൾ കളർ പൂ എനിക്ക് കിട്ടിയപ്പോഴുള്ള സന്തോഷത്തിൽ ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഞാനൊരു വൈറ്റ് റോസിൻ്റെ ബൊക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ താമരമൊട്ടിൻ്റെ മാലകളും ഈ സെക്ഷനെല്ലാം ഓരോ സെക്ഷനായിട്ടാണ് അവിടെ തിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാലകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന ഏരിയകളാണ് കേട്ടോ. ഇവിടെ മാലകളും ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് മുല്ലപ്പൂവും അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ കാറ്റഗറീസ് കാണുന്നത് കേട്ടോ. അപ്പം മുല്ലപ്പൂ തന്നെ 1 മീറ്ററിന് 100 രൂപ അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതേപോലെ മുല്ലപ്പൂ, കനകാമ്പരം, പലതരത്തിലുള്ള ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ പോവുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ, ബൈ ബൈ ആൻഡ് ഹാപ്പി ഡേ.